ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഡബിൾ ലെയർ പുഡിംഗ് ആണ് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിളും ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജലാറ്റിൻ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇത് മാറ്റിവെക്കാം. മറ്റൊരു ബൗളിൽ 2 ടീസ്പൂൺ വീതം കൊക്കോ പൗഡറും ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പാല് കൂടി ചേർത്ത് ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇത് മാറ്റിവെക്കാം. ഇനി ഒരു പാനിലേക്ക് പാൽ ചേർത്ത് നന്നായി തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം ഷുഗർ, ജലാറ്റിൻ ചേർത്ത് നന്നായി ഇളക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കൊക്കോ പൗഡർ, ചോക്ലേറ്റ് സിറപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കാം. എടുത്ത കൊക്കോ പൗഡറിൻ്റെ നിറം വളരെ കുറവാണ്. അതുകൊണ്ട് ഇതിലേക്ക് അല്പം ഹെർഷീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. നിങ്ങളുടെ കൊക്കോ പൗഡർ നല്ല നിറമുണ്ടെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്തിട്ടുള്ളത്. നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾക്കിതൊരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. ഒന്ന് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആവിയൊക്കെ പോയതിനു ശേഷം ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. 2 മണിക്കൂറോളം നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെക്കണം. നമ്മുടെ പുഡിങ്ങിൻ്റെ ഒന്നാമത്തെ ലെയർ തയ്യാറായിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ തയ്യാറാക്കുന്നതിനായി ഒരു ബൗളിൽ 1 ടീസ്പൂൺ ജലാറ്റിൻ ചേർക്കുന്നുണ്ട്. ജലാറ്റിൻ ഒന്ന് ലയിപ്പിക്കാനായി അതിലേക്ക് അല്പം ചൂടുവെള്ളം ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ജലാറ്റിൻ മെൽറ്റ് ചെയ്യുന്നതിനാണിത്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ തിളച്ചു വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജലാറ്റിൻ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജലാറ്റിൻ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നന്നായി തണുത്തതിന് ശേഷം നമ്മുടെ ഒന്നാമത്തെ ലെയർ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. നമ്മുടെ ഡാർക്ക് ലെയർ ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നന്നായി തണുത്ത രണ്ടാമത്തെ ലെയർ സാവധാനം ഒഴിച്ചു കൊടുക്കാം. ഇനി മുകളിലെ ലെയർ ഒന്ന് സെറ്റാവാൻ വേണ്ടി വെക്കണം. ഒന്നുകൂടി പുഡിംഗ് ട്രേ കവർ ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിംഗ് ഫ്രീസറിൽ നിന്ന് എടുത്തു. ഇപ്പോൾ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. ഞാനിവിടെ അല്പം ഷുഗർ ബോൾസും ചോക്ലേറ്റ് സിറപ്പുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.